ഇന്നുണ്ടല്ലോ ഗൃഹലക്ഷ്മിയിൽ പബ്ലിഷ് ചെയ്ത എൻ്റെ ഒരു റെസിപ്പിയും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ഓംലെറ്റിൻ്റെ റെസിപ്പിയും കൂടാണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് മുതിര ചമ്മന്തിയാണ് കേട്ടോ അരയ്ക്കാൻ പോകുന്നത്. ഈ ഒരു റെസിപ്പിയാണ് ഗൃഹലക്ഷ്മിയിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ളത്, എൻ്റെ ഫോട്ടോയും റെസിപ്പിയൊക്കെ ഉൾപ്പെടെ. ആദ്യമായിട്ട് നമുക്ക് അമ്മിയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാം. പിന്നെ ഞാനിവിടെ മുതിര ഇതുപോലെ വറുത്തിട്ട് കഴുകിയിട്ട് പിന്നെ വറുത്ത് പൊടിച്ച് പാറ്റിയൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇരിപ്പുണ്ട്. നമുക്ക് ആദ്യം ചട്ടിയിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. പിരിയൻ മുളകെല്ലാം ഞാനിപ്പം പാണ്ടി മുളകാണ് എടുത്തേക്കുന്നത്. അത് അവരവരുടെ എരിവിനനുസരിച്ചും പിന്നെ എത്രത്തോളം ചമ്മന്തി വേണം ആ ഒരു കണക്കിന് എടുക്കാം. ഞാനിപ്പം ഇത്ര എടുത്തിട്ടുണ്ട്, ഒരു 4 മുളക് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അമ്മിയിലേക്ക് തേങ്ങ വേണം ഇട്ട് കൊടുക്കാൻ. കാരണം നമ്മൾ ആദ്യമേ പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ മുതിര ഇട്ട് കഴിഞ്ഞാൽ അത് വടിച്ചെടുക്കാനൊക്കെ കുറച്ച് പാടാണ്. അതുകൊണ്ട് നമുക്ക് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് വറുക്കുന്നതിന് നമുക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഡ്രൈ റോസ്റ്റാണ്. അതും നമ്മൾ അരച്ച് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ വറുത്തുടച്ച് വെച്ചിട്ടുള്ള മുതിര ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കേണ്ടത്. അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ബാക്കിയുള്ള തേങ്ങയൊക്കെ ചേർത്ത് അരച്ചെടുക്കണം. പിന്നെ ഈ ഒരു ചമ്മന്തിക്ക് നമുക്ക് പുളി ഒട്ടും വേണ്ട, അതുപോലെ തന്നെ ഉള്ളി വേണ്ട. പകരം നമ്മൾ വെളുത്തുള്ളിയാണ് കേട്ടോ എടുക്കേണ്ടത്. പിന്നെ നന്നായിട്ടിങ്ങനെ അമ്മിയിലിങ്ങനെ ഒതുക്കി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. അത് അവരവരുടെ പാകത്തിന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് 4 പേർക്ക് ഒരു നേരത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കുറച്ച് ചമ്മന്തി മാത്രമേ അരയ്ക്കുന്നുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴയ കാലത്തെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഇതേപോലത്തെ മുതിര ചമ്മന്തി എന്നൊക്കെ പറയുന്നത്. കഞ്ഞി കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഞാൻ നോക്കി. അതൊക്കെ അപ്പോൾ ഒരു ഇച്ചിരിയും കൂടെ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അതും കൂടെ ചേർത്ത് അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി നല്ല പരുവപ്പെടുത്തി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അമ്മിയിലുള്ളതും എല്ലാം നന്നായിട്ട് വടിച്ചിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾ പോലെ ആക്കി എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മിയിൽ ചോറിട്ട് തന്നിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ എടുത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ഹെൽത്തി ഓംലെറ്റാണ്, ഒരു മുരിങ്ങയില ഓംലെറ്റാണ്. കുറച്ച് തേങ്ങയും 1 ടേബിൾ സ്പൂൺ തേങ്ങയും 1 ടേബിൾ സ്പൂണ് സവാള കൊത്തിയരിഞ്ഞതും വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് നമ്മുടെ മുളക് പൊടിയും പിന്നെ ഒരു പകുതി പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകവും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൈകൊണ്ട് യോജിപ്പിച്ച് തിരുമ്മി എടുക്കണം. നന്നായിട്ടിങ്ങനെ ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു മുട്ടയ്ക്കുള്ള കണക്കാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഒരു മുട്ട പൊട്ടിച്ചിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഓംലെറ്റിന്. മുരിങ്ങയിലൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കൊടുത്താലും മതി. പിന്നെ കുറച്ച് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില കുറച്ച് കൂടുതൽ ചേർക്കുന്നതാണ് ഈ ഒരു ഓംലെറ്റിന് നല്ലത്. പക്ഷേ ചിലർക്ക് കഴിക്കാൻ മടിയായിരിക്കും. അപ്പം എന്തായാലും അവരവരുടെ പാകത്തിന് ചേർത്തോണേ. ഇനി നന്നായിട്ടിങ്ങനെ സ്പൂൺ കൊണ്ട് നന്നായിട്ടിങ്ങനെ കുത്തി ഉടച്ച് ഓംലെറ്റിനെ നമ്മളാക്കുന്നത് പോലെ നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ദോശക്കല്ലിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണയല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓംലെറ്റ് ആണെന്ന്. ഒരു വശം ചെറുതായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് പതിയെ മറുവശത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഷോർട്സ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ മുരിങ്ങയില ഓംലെറ്റിൻ്റെയൊക്കെ അതുപോലെ തന്നെ ഒരു ചോറ് കഴിക്കുന്നതിൻ്റെ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി. ഈ 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്